BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. NCERT പാഠപുസ്തകം വ്യാജമായി അച്ചടിച്ച കൊച്ചിയിലെ 2 സ്വകാര്യ സ്ഥാപനങ്ങൾക്കെതിരെ കേസ്. കൊച്ചി TD റോഡിലെ സൂര്യ ബുക്സ്, കാക്കനാട് പടമുകളിലെ മൗലവി ബുക്സ് ആൻഡ് സ്റ്റേഷനറി സ്ഥാപനങ്ങൾക്കെതിരെ കൊച്ചി സിറ്റി പോലീസാണ് കേസെടുത്തത്. ഇത് സംബന്ധിച്ച് NCERT നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. സ്ഥാപനങ്ങളിൽ നിന്നും 1, 5, 9 ക്ലാസുകളിലെ ടെക്സ്റ്റ് ബുക്കുകൾ പിടിച്ചെടുത്തു. അതേസമയം NCERT പാഠഭാഗങ്ങൾ വെട്ടിമാറ്റുന്നതുമായി ബന്ധപ്പെട്ട മുൻ നിലപാടിൽ കേരളം ഉറച്ചു നിൽക്കുന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പ്രഖ്യാപിച്ചിരുന്നു. ബാബറി മസ്ജിദ് ധ്വംസനം, ഗുജറാത്ത് കലാപം തുടങ്ങിയ നിരവധി ചരിത്ര വസ്തുതകൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് മായ്ക്കാനാണ് NCERT ശ്രമിക്കുന്നതെന്ന് മന്ത്രി ആരോപിച്ചു. നേരത്തെയും ശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, ചരിത്ര, രാഷ്ട്രമീമാംസ പാഠപുസ്തകങ്ങളിൽ നിന്ന് വ്യാപകമായ വെട്ടിമാറ്റലുകൾ NCERT നടത്തിയിരുന്നു. അതിനോട് കേരളം പ്രതികരിച്ചത് ഇവ ഉൾക്കൊള്ളിച്ചുള്ള അഡീഷണൽ പാഠപുസ്തകങ്ങൾ പുറത്തിറക്കിയാണ്. കുട്ടികൾ യാഥാർത്ഥ്യം പഠനത്തിലൂടെ മനസ്സിലാക്കണമെന്നതാണ് കേരളത്തിന്റെ നിലപാട്. വളച്ചൊടിക്കപ്പെട്ട ചരിത്രമോ വികലമാക്കപ്പെട്ട ശാസ്ത്ര നിലപാടുകളോ സംസ്ഥാനം അംഗീകരിക്കില്ല. ആ നിലപാടുകൾ തുടരുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. കൊച്ചിയുടെ മുഖമുദ്രകളിലൊന്നായ കൊച്ചി ഹാർബർ പാലത്തിന് സേവനത്തിന്റെ 80 കൊച്ചി തുറമുഖ നഗരിയെയും കൊച്ചി പൈതൃക നഗരിയെയും ബന്ധിപ്പിക്കുന്ന പുരാതന പാലമാണിത്. 1940 നിർമ്മാണം പൂർത്തിയാക്കി 1943 ഏപ്രിൽ 13 കമ്മീഷൻ ചെയ്ത ഹാർബർ പാലം 55 വർഷക്കാലം ദേശീയപാതയുടെ ഭാഗമായിരുന്നു. തുറമുഖ ശില്പി സർ റോബർട്ട് ബ്രിസ്റ്റോ പാശ്ചാത്യ വൈദഗ്ധ്യ സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിച്ച ഹാർബർ പാലത്തിന് സവിശേഷതകൾ ഏറെയാണ്. കൊച്ചിക്കായലിന് കുറുകെ പാലം എത്തുന്നതോടെ തിരുവിതാംകൂറിലേക്കുള്ള ചരക്ക് കപ്പൽ നീക്കത്തിന് തടസ്സമുണ്ടാകുമെന്നതായതോടെ പാലത്തിന് മധ്യഭാഗത്ത് ഇരുമ്പ് ദണ്ടുകൾ, പലകകൾ കൊണ്ട് ലിഫ്റ്റ് സൃഷ്ടിച്ച് കപ്പൽ കടന്നുപോകാൻ സൗകര്യമൊരുക്കിയ സാങ്കേതികവിദ്യ ഇന്നും ഹാർബർ പാലത്തിന്റെ മാത്രം സവിശേഷതയാണ്. 1968 വരെ ചെറുകപ്പൽ യാത്രകൾക്കായി ഈ ലിഫ്റ്റ് പ്രവർത്തിച്ചിരുന്നതായും പഴമക്കാർ പറയുന്നു. 1 കിലോമീറ്റർ നീളമുള്ള പാലം 16 സ്പാനുകളുമായാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. പാലത്തിന്റെ മുകൾ തട്ടുകൾ സ്പാനുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത് സ്പ്രിംഗ് സംവിധാനത്തിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ഈ സാങ്കേതികവിദ്യ പ്രയോഗിച്ചത് ഹാർബർ പാലത്തിലാണ്. ഇതിലൂടെ 75 ടൺ ഭാരമുള്ള വാഹനങ്ങൾ സഞ്ചരിച്ചാലും പാലത്തിന് ബലക്ഷയമുണ്ടാകില്ലെന്നാണ് പറയുന്നത്. തുറമുഖ നഗരിയിലെത്തുന്ന നാവികസേനയ്ക്കുള്ള ആയുധവാഹന യാത്രയ്ക്ക് സൗകര്യമൊരുക്കുന്നതിനായിരുന്നു ഇതെന്നാണ് പറയപ്പെടുന്നത്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. കൊച്ചി കായലിലെ മത്സ്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഘനലോഹ മാലിന്യങ്ങൾ ഗുരുതരാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ പഠനം. വ്യവസായ മേഖലയിൽ നിന്ന് തള്ളുന്ന മാലിന്യങ്ങളാണ് ഈ ഭീഷണി സൃഷ്ടിക്കുന്നത്. മത്സ്യവിഭവങ്ങളിലെ ഉയർന്ന കാഡ്മിയം സാന്നിധ്യവും ഇവയുടെ ദീർഘകാല ഉപയോഗവും ക്യാൻസറിന് കാരണമായേക്കുമെന്ന് മലിനീകരണ സൂചിക മുൻനിർത്തി ഗവേഷകർ മുന്നറിയിപ്പ് നൽകി. കായൽ ജലത്തിലും അടിത്തട്ടിലെ മണ്ണിലും മത്സ്യങ്ങളിലും സിങ്കിന്റെ അളവാണ് ഏറ്റവും കൂടുതൽ. സിങ്ക്, കാഡ്മിയം, ക്രോമിയം ഉൾപ്പെടെ വിവിധ ലോഹങ്ങൾ വിഷാംശപരിധി കവിഞ്ഞ് കാണപ്പെടുന്നതായും പഠനത്തിൽ പറയുന്നു. കായലിൽ സാധാരണയായി കാണപ്പെടുന്ന മണങ്ങ്, കയൽക്കടല, കരിമീൻ, പൂളമീൻ, നച്ചുകരിമീൻ തുടങ്ങിയ ഭക്ഷ്യയോഗ്യമായ ജലവിഭവങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു പഠനം. കുസാറ്റ് സീനിയർ പ്രൊഫസറും കണ്ണൂർ സർവകലാശാല VC-യുമായ ഡോക്ടർ S ബിജോയ് നന്ദന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ഗവേഷകർ നടത്തിയ പഠനത്തിൽ കായലിലെ വെള്ളം, എക്കൽ, മണ്ണ്, മത്സ്യവിഭവങ്ങൾ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ഘനലോഹങ്ങളുടെ തോത് വിലയിരുത്തി. പഠനം ടോക്സിക്കോളജി ആൻഡ് എൻവയോൺമെന്റൽ ഹെൽത്ത് സയൻസിൽ പ്രസിദ്ധീകരിച്ചു. കൂടുതൽ ഗവേഷണം വേണം. ലോഹമലിനീകരണത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കൂടുതൽ ഗവേഷണങ്ങൾ ആവശ്യമാണെന്ന് മുഖ്യ ഗവേഷകയും കുസാറ്റിലെ സീനിയർ റിസർച്ച് ഫെലോയുമായ നീതു പറഞ്ഞു. വീടുകളിൽ നിന്ന് സാനിറ്ററി നാപ്കിനുകൾ, മുതിർന്നവരുടെ ഡയപ്പറുകൾ തുടങ്ങിയ സാനിറ്ററി മാലിന്യം ശേഖരിക്കുന്നതിന് കൊച്ചി കോർപ്പറേഷൻ അധിക ഫീസ് ഈടാക്കുന്നതിനെതിരെ സുപ്രീം കോടതി. സ്കൂളുകളിൽ സാനിറ്ററി ഉൽപ്പന്നങ്ങൾ സൗജന്യമായി നൽകുന്നത് പ്രോത്സാഹിപ്പിക്കുമ്പോൾ അവ ഉപയോഗശേഷം സംസ്കരിക്കുന്നതിന് അധിക തുക നൽകണമെന്നത് പരസ്പര വിരുദ്ധമാണെന്നും ഖരമാലിന്യത്തിനൊപ്പം നൽകുന്ന സാനിറ്ററി മാലിന്യത്തിന് എന്തിനാണ് പ്രത്യേകം ഫീസ് ഈടാക്കുന്നതെന്നും ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, KV വിശ്വനാഥ് എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. കൊച്ചി കോർപ്പറേഷനെ മുൻനിർത്തി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും വീടുകളിൽ നിന്ന് സാനിറ്ററി മാലിന്യം ശേഖരിക്കാൻ വിസമ്മതിക്കുന്നെന്നും അതുവഴി സ്ത്രീകൾ, കുട്ടികൾ, രോഗികൾ, പ്രായമായവർ എന്നിവരോട് വിവേചനം കാണിക്കുന്നുവെന്നും ആരോപിച്ച് അഭിഭാഷക ഇന്ദു വർമ്മ സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിലാണ് കോടതിയുടെ നടപടി. വിഷയത്തിൽ വിശദീകരണം തേടിയ കോടതി സത്യവാങ്മൂലം സമർപ്പിക്കാൻ 6 ആഴ്ചത്തെ സമയം സംസ്ഥാന സർക്കാരിനും കോർപ്പറേഷനും അനുവദിച്ചു.
ഖരമാലിന്യ സംസ്കരണ ചട്ടം 2016 പ്രകാരം വീട് തോറും മാലിന്യം ശേഖരിക്കുന്നതിനുള്ള ഉപയോക്തൃ ഫീസിൽ സാനിറ്ററി മാലിന്യത്തിന്റെ സംസ്കരണ ഫീസും കേരള സംസ്ഥാനം ചുമത്തിയിട്ടുണ്ടെന്നിരിക്കെ എന്തിനാണ് അധിക ഫീസെന്നാണ് ഹർജിക്കാരുടെ വാദം. ഒപ്പം കോർപ്പറേഷനുമായി ബന്ധമില്ലാത്ത മൂന്നാമതൊരാൾ മാലിന്യ ശേഖരണത്തിനെത്തുന്നത് സ്റ്റേ ചെയ്യണമെന്നും ഹർജിക്കാരൻ കോടതിയെ അറിയിച്ചു. എന്നാൽ നിയമാനുസൃതമായ ഉപയോക്തൃ ഫീസാണ് ഈടാക്കുന്നതെന്നാണ് കേരളത്തിന്റെ അഭിഭാഷകന്റെ മറുപടി. അധിക തുക സാനിറ്ററി മാലിന്യം ശേഖരിക്കുന്നതിനല്ല സംസ്കരിക്കുന്നതിനാണ് ഈടാക്കുന്നത്. ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക മറുപടി ലഭിച്ചിട്ടില്ല. അധിക തുക ഈടാക്കുന്ന നടപടി സ്റ്റേ ചെയ്യണമെന്ന ഹർജിക്കാരുടെ ആവശ്യത്തിൽ ഇടപെടാത്ത കോടതി ഹർജി തുടർവാദത്തിനായി ജൂലൈയിലേക്ക് മാറ്റി. പെരുമ്പാവൂർ KSRTC ഡിപ്പോ കെട്ടിടം സാമൂഹിക വിരുദ്ധരുടെയും മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളുടെയും ലൈംഗിക തൊഴിലാളികളുടെയും താവളമായി മാറുന്നുവെന്ന് ആക്ഷേപം. മാസങ്ങളായി ഇത്തരം സംഘങ്ങൾ സ്റ്റാൻഡിൽ തമ്പടിച്ചിരിക്കുകയാണ്. യാത്രക്കാരുടെ വിശ്രമ മുറിയും പൊളിക്കാട്ടിട്ടിരിക്കുന്ന ബസ്സുകളും അടഞ്ഞുകിടക്കുന്ന ക്യാൻറ്റീൻ കെട്ടിടവും ഒഴിഞ്ഞ മൂലകളും ഇവരുടെ കേന്ദ്രങ്ങളാണ്. പകൽ സമയത്ത് സെക്യൂരിറ്റി ജീവനക്കാരില്ലാത്തതാണ് ഇവരുടെ അഴിഞ്ഞാട്ടത്തിന് കാരണം. വിശ്രമമുറിയിലെ കസേരകൾ ഒരു സ്ത്രീ ഉൾപ്പെടെ 4 അന്തർ സംസ്ഥാനക്കാർ കൈയടക്കിയ സ്ഥിതിയിലാണ്. സ്ത്രീ ലൈംഗിക തൊഴിലാളിയും പുരുഷന്മാർ ഏജന്റുമാരുമാണെന്ന് ഇവിടുത്തെ കച്ചവടക്കാർ പറയുന്നു. രാത്രിയിലാണ് ഇവരുടെ വിളയാട്ടം. ഇരുട്ടായാൽ ക്യാൻറ്റീൻ കെട്ടിടത്തിൽ നിർത്തിയിട്ടിരിക്കുന്ന ബസ്സുകളാണ് ഇവരുടെ വാസം. പകൽ സമയത്ത് സമീപ ലോഡ്ജുകളിലേക്ക് പോകും. തിരിച്ചു വരുമ്പോൾ വിശ്രമമുറിയിൽ തങ്ങും. പലപ്പോഴും ഡിപ്പോ അധികാരി പോലീസിനെ വിവരം അറിയിക്കാറുണ്ട്. ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ് കൈമലർത്തുന്ന പോലീസ് സെക്യൂരിറ്റിയെ നിയമിച്ച് ഇവരുടെ പുറത്തു കടത്താൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. മയക്കുമരുന്നിനടിമകളായ ഇവർ ആക്രമിക്കാൻ സാധ്യതയുള്ളതിനാൽ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ ഭയപ്പാടിലാണ്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലും നഗരത്തിലെ പല ഭാഗങ്ങളിലും പോലീസ് പരിശോധന വ്യാപകമാക്കിയതോടെ മയക്കുമരുന്ന് കച്ചവടക്കാരും സാമൂഹിക വിരുദ്ധരും KSRTC സ്റ്റാൻഡിലേക്ക് ചേക്കേറി. ചിലർ പകൽ സമയങ്ങളിൽ സ്റ്റാൻഡിന്റെ കിഴക്കുഭാഗത്തെ വരാന്തയിൽ കിടന്നുറങ്ങി രാത്രിയിൽ സജീവമാവുകയാണ് പതിവ്. പല ഭാഗങ്ങളിലും ആവശ്യത്തിന് വെള്ളമില്ലാത്തത് ഇവർക്ക് അനുകൂലമാണ്. പഴകി പൊളിക്കാനിട്ടിരിക്കുന്ന ബസ്സുകളുടെ പ്രധാന ഭാഗങ്ങൾ മോഷ്ടിക്കാൻ ശ്രമിക്കവേ പിടികൂടിയ സംഭവങ്ങളും നാട്ടുകാർ ആരോപിച്ചു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614. BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി. മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര, നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി.